ഞാൻ പുട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുഡൊക്കെ ഉണ്ടാ നോക്കട്ടെ. അയ്യേ എന്തുവാ ഇന്നും പുട്ടാ? പുട്ട് കണ്ടെന്നെ രണ്ടിന്റെ മോന്ത ഉണ്ടോ ബ്ലിങ്ങസിയാന്ന് പറഞ്ഞ് നിപ്പുണ്ട്. എന്നും പുട്ട് തിന്നുന്നതിന്റെ ആയിരിക്കും കേട്ടോ. ഞാൻ എന്ന് കരുതി എന്നും പുട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത്. ഈ നിൽക്കുന്ന രണ്ട് സാധനത്തിന് വേറെ ആഹാരങ്ങളൊന്നും കഴിക്കാൻ വയ്യാത്തോണ്ട് 2-3 ദിവസം കൊണ്ട് പുറത്തുനിന്നൊക്കെയുള്ള ഫുഡ് ആയതുകൊണ്ടൊക്കെ ഞങ്ങൾ ആഴ്ചയിൽ 7 ദിവസവും പുട്ടാണ്. അപ്പൊ അവിടുന്ന് ആഴ്ചയിൽ 7 ദിവസം ഒന്നും പുട്ടല്ല, 2-3 ദിവസം പുട്ട് കഴിക്കും, അത്രേ ഉള്ളു. പിന്നെ ഇങ്ങനെ കലക്കല്ലേ നമ്മള്. ഇവന് പഴം കഴിക്കാൻ പറ്റാത്തോണ്ട് ഏത്തയ്ക്ക പുഴുങ്ങിയത് കൊണ്ടുവന്നാണ് കേട്ടോ. അവൻ അതിന് മുന്നേ തന്നെ. പിന്നെ ഇതേ കണക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് യാത്രക്കിടയില് ഫുഡ് കഴിക്കാൻ മടിയുള്ള ഒരു കൊച്ചുണ്ട് ഞങ്ങൾക്ക് കേട്ടോ. ഫുഡ് കൈയിട്ട് കഴിക്കുന്ന ഭയങ്കര വാരി തിന്നാൻ ഭയങ്കര മടിയാ. ഞാൻ തന്നെ വാരി കൊടുക്കണം. അപ്പൊ കൊച്ചിന് കൊടുത്തേ കേട്ടെ. കൊച്ചു വിശന്ന് നിൽക്കുക. ഏത്തക്കെല്ലാം കാക്ക കൊണ്ടുപോയെന്ന് തോന്നുന്നു. പുഴുങ്ങി കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളുടെ പുട്ടും പഴമൊക്കെ തിന്നു കഴിച്ച് ഇനി ഞാൻ ഇത് വണ്ടിക്കകത്താക്കട്ടെ. വേറൊരു കാര്യങ്ങളുണ്ട് കേട്ടോ, മറന്നുപോയി. നമ്മുടെ കദളിപ്പഴവും വെണ്ണയും കൂടെ ചേർത്ത് റെസിപ്പി ഇവള് പറഞ്ഞു തന്നെ ഇത് കൊള്ളാമെന്ന്. പഴവും വെണ്ണയും കൂടെ ചേർത്ത് കഴിക്കാൻ എന്തായാലും കഴിച്ചു നോക്കാം കേട്ടോ. കണ്ണൻ്റെ മുമ്പിൽ നിന്ന് തൃക്കൈ വെണ്ണ നടത്തിയ പ്രസാദവും ഉണ്ട്, വെണ്ണ. അതേപോലെ നമ്മൾ കദളി ഉറിനേർച്ച നടത്തിയതുണ്ട്. കൊള്ളാം. ഞങ്ങൾ ഇനി തിരിച്ചു പോവാം കേട്ടോ. ഓക്കെ, ബൈ. ബൈ ഗൈസ്.